മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ദിനാചരണം ആഘോഷിച്ചു. തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാളിനൊരുങ്ങി. നാളെ മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. ചേർപ്പുസീനൻ ഗേൾസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രത കുമാർ ക്ലാസ് നയിച്ചു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡ് അംഗൻവാടിയിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. ഫെഡറൽ ബാങ്ക് മാനേജർ ശ്രീലേഖ വൃക്ഷത്തൈ നട്ടു. വാർഡംഗം ശ്രീജിത്ത്, അംഗൻവാടി വർക്കർ സുനിത, രാജഗോപാൽ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഹെൽപ്പർ ഷീബ, രക്ഷിതാക്കൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അംഗനവാടി നമ്മുടെ കുട്ടികൾക്കായി ഒരു ഫലവൃക്ഷം നടാനായി തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും നമ്മൾ പച്ചപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രതിജ്ഞയെടുത്തു. അപ്പോൾ കുട്ടികളുടെ ഭാവിക്കായി, കുട്ടികളാണെങ്കിലും ഭാവിയിൽ എന്താ പറയുക, പച്ചപ്പിന് വേണ്ടി, പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി അവരും സജ്ജരാവട്ടെ എന്ന് ആശംസിക്കുന്നു. മരം ഒരു വരം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വിമുക്ത കേരളമായിട്ട് നമുക്ക് ഇനിയുള്ള തലമുറകളെ വളർത്തിയെടുക്കാൻ, കുട്ടികളെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതിരിക്കാനും മറ്റുള്ള തരത്തിലത് വൃത്തിഹീനമാക്കാതിരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെ പ്രാപ്തരാക്കുക എന്നാണ് നമ്മുടെ ഇതിനോടനുബന്ധിച്ച് ചടങ്ങ് നടക്കാൻ പോകുന്നത്. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാളിനൊരുങ്ങി. നാളെ മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. തിരുഹൃദയ ഊട്ടുതിരുനാളും തിരുഹൃദയ തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിന്റെ 15ാം വാർഷികവും വെള്ളിയാഴ്ച ആഘോഷിക്കും. തിരുകർമ്മങ്ങൾക്ക് ഫാദർ അലക്സാണ്ടർ കൂരിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12:30 സൗഖ്യദായക തിരുഹൃദയ ഊട്ട്. ശനിയാഴ്ച രൂപക്കൂട് തുറക്കൽ ദിനം ആചരിക്കും. വൈകിട്ട് 6 നടക്കുന്ന തിരുകർമ്മങ്ങൾക്കും തുടർന്ന് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും ഫാദർ ജിജോ വള്ളൂപ്പാറ കാർമ്മികനാകും. ജൂൺ 8 തിരുനാൾ ആഘോഷം. ചേർപ്പുസീനൻ ഗേൾസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രത കുമാർ ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്യാം പ്രസാദ് എന്നിവർ സംസാരിച്ചു. എല്ലാ ദിവസവും ഞാൻ അവനോരോ കഥകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ കഥകൾ എന്ന് പറയുന്നത് ഒരിക്കലും എമ്പുരാൻ സിനിമയിലോ അല്ലെങ്കിൽ തുടരും സിനിമയിലോ അല്ലെങ്കിൽ മഹാഭാരത അങ്ങനെ മറ്റു കഥകളൊന്നും അല്ല. എൻ്റെ കഥകൾ എന്ന് വെച്ചാൽ ഞാൻ പിടികൂടിയിട്ടുള്ള ഈ കേസുകളിൽ പെട്ടിട്ട് നമ്മുടെ മക്കൾ, അതായത് പയ്യന്മാർ, അവരുടെ കുടുംബങ്ങൾ വെണ്ണീറായിട്ടുള്ള കുടുംബങ്ങളാണ്. അവരുടെ ഓരോ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിട്ട് അവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളും വെട്ടും കുത്തും നമുക്ക് അതൊക്കെ ഒരു പക്ഷെ സിനിമയാക്കിയാൽ പോലും വിശ്വസിക്കാത്ത അത്രയും ട്രാജഡി, വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പിടിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അവർ നല്ല പോലെ ഫോളോ ചെയ്യാറുണ്ട്. അവരുടെ വീട്ടിൽ പോകും, അവർക്ക് കൊടുക്കുന്നതായാലും വെച്ചാൽ അവർ പിടിക്കും. അതിന് ഞങ്ങൾ നല്ലൊരു ടീമുണ്ട്. ആ ടീം പ്രകാരം ഞങ്ങൾ ഓരോ കുടുംബങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ ഞാൻ പോയിട്ട് അതിന് പഠിക്കാറുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കഥകളൊക്കെയാണ്, ഭീകരമായിട്ടുള്ള കഥകൾ തന്നെയാണ് ഞാൻ എൻ്റെ മകന് രാത്രി പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോകാറ്. അത് കേട്ടിട്ട് തന്നെയാണ് എൻ്റെ മകനും ഉറങ്ങിപ്പോകാറ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം. ഊരകം അമ്മത്തിരുടെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ആവശ്യമായ ചെടികൾ നട്ടുകൊണ്ട് പദ്ധതിക്ക് ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചു.
വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഓഫീസർ സിജു വാസുദേവ്, ഉപദേശക സമിതി പ്രസിഡന്റ് വി ജി ഉഷ, സെക്രട്ടറി എ കെ സതീശൻ, ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ദേവാങ്കണം ചാരിഹരിതം പദ്ധതിയുടെ ഉദ്ഘാടനം ഊരകം ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ വെങ്ങല്ലൂർ കേരള നമ്പൂതിരി നടത്തുകയുണ്ടായി. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാപുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പെരിഞ്ചേരി സ്കൂളിൽ പച്ചക്കറിത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ മറ്റ് 5 സ്കൂളുകളിൽ പച്ചക്കറിത്തോട്ടം തുടങ്ങാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം എ ആർ രാജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ എം ആർ ഷഹനാസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ, കൃഷി അസിസ്റ്റന്റ് കെ ആർ ലിഷ, പ്രധാന അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും നന്നായി പരിപാലിക്കുക, ഏറ്റവും നന്നായി വിളവെടുക്കുക. അപ്പോൾ ഇത് പരിപാലിക്കുന്നതിനൊക്കെ ഒരു മാർക്ക് ഉണ്ടാവും. അതനുസരിച്ച് വേണം നമ്മളുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം ഈ തോട്ടം പരിപാലിക്കാൻ. അപ്പോൾ അങ്ങനെ ഏറ്റവും മികച്ച ഒരു പച്ചക്കറി തോട്ടമായിരിക്കണം നമ്മുടെ വിദ്യാലയത്തിൻ്റേത്. അതോടൊപ്പം നമ്മൾ കുറച്ച് കുട്ടി കർഷകർക്ക് ഇതുപോലെ വീട്ടിലൊരു തോട്ടം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വിത്ത് കൃഷി ഓഫീസിൽ നിന്ന് തരും. അപ്പോൾ ഏറ്റവും മികച്ച കുട്ടി കർഷകനും നമ്മുടെ വിദ്യാലയത്തിൽ നിന്നാവണം. പാറ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോർട്ടിക്കൾച്ചർ മുഹമ്മദ് ഹാരിസ് മുഖ്യ അതിഥിയായിരുന്നു. പാറം കൃഷി ഓഫീസർ ഡി ടി മരിയ, പ്രധാന അധ്യാപിക ടി കെ ശ്രീജ എന്നിവർ സംസാരിച്ചു. ദിനമാണ് അതിൽ തന്നെ നമ്മൾ പ്രതിജ്ഞ എടുത്തു അല്ലേ? എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് ചെടികളൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അതൊക്കെ പരിപാലിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മളത് വെച്ചു, പിന്നെ നമ്മൾ മിക്കവാറും ആ ചെടികളൊക്കെ അവിടെ നിന്ന് ഉണങ്ങി പോകാറാണ് സാധ്യത കൂടുതൽ. പക്ഷെ നമ്മളത് പോരാ, നമ്മൾ വെക്കുന്ന മരങ്ങൾ അത് ഉണ്ടാവുന്നുണ്ടോ, വെള്ളം ഒഴിച്ചെടുക്കും. നമ്മൾ അതിൻ്റെ ആവശ്യാനുസരണം വളവും വെള്ളമൊക്കെ നമ്മൾ നൽകി അത് പരിപാലിക്കണം. പിന്നെ നമ്മൾ ഈ ചെടികൾ വെക്കുമ്പോൾ മറ്റു ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നമുക്കത് മുറിച്ച് മാറ്റേണ്ട ഇതിലേക്ക് വരാത്ത രീതിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ സൈക്കിൾ നടാറുണ്ട്, നിങ്ങൾ നടാറുണ്ട്. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പൊ ഇന്ന് കേരളത്തിലെമ്പാടും അതിരാവിലെ മുതൽ പല സന്നദ്ധ സംഘടനകളും സർക്കാരും നേരിട്ട് തൈക്കൾ നടുന്നതിൻ്റെ പ്രാധാന്യം അത് വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പരിസരം മലിനമാകാതിരിക്കുന്നതിനും എല്ലാ പക്ഷികൾക്കും ജന്തുക്കൾക്കും അവർക്കൊക്കെ കൂടുകൂട്ടുന്നതിനു വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ന് തൈകൾ നട്ടുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഹരിത കേരള മിഷന്റെയും ചേർപ്പ് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പച്ചത്തുരുത്ത് പരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ലില്ലി ജോസ്, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ CK ഗോകുൽ, ഷംല വിദ്യ രമേശ്, KB പ്രജിത്, സുനിത ജിനു, പ്രിയലത പ്രസാദ്, ശ്രുതി വിജിത് തുടങ്ങിയവർ സംസാരിച്ചു. ഊരകം LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയംപുറം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് ഷീബ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി. തളിർ ബാലജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫലവൃക്ഷ തൈ വിതരണം ബാലജന സഖ്യം ജില്ലാ കൺവീനർ KB പ്രമോദ് നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു.
നീ എന്താ കഴിച്ചത്? അപ്പൊ കഴിക്കുന്ന ഭക്ഷണം എന്താ ഭക്ഷണം? ഔഷധമാണ്. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പൊ എന്താ കഴിക്കാൻ പോണേ? ചോറിന്റെ കൂടെയുള്ള കറി എല്ലാം കൂടി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? നല്ല എനർജി ഉണ്ടാവും. ഇപ്പൊ ഇരിക്കുന്ന പോലെയാണോ? ഊണ് കഴിഞ്ഞാൽ ഓടാൻ തോന്നും. ഇപ്പൊ ടീച്ചർ ഓടാൻ പോകുന്ന ടീച്ചർ 1 മണിക്ക് ഊണ് വെച്ചിട്ടാവാൻ തോന്നും അല്ലേ? അപ്പൊ എന്താ നിങ്ങള് ഓടാനുള്ള മരുന്നാണ് നിങ്ങൾ കഴിച്ചേ, ശരിയല്ലേ? ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർപ്പ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഓരോ പരിസ്ഥിതി ദിനത്തിലും ഒരുപാട് തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ വെച്ച് പിടിപ്പിക്കുന്ന തൈകളുടെ അവസ്ഥ പിന്നീട് എന്താണെന്നുള്ളത് വളരെ കുറച്ച് പേരാണ് അന്വേഷിക്കാറുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കൂളിൽ ഇത് നല്ലൊരു സന്ദേശമാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എത്രയും ചൂടിലാണ് നമ്മൾ നിൽക്കുന്നതല്ലേ. ആഗോള താപനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മരം നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപകടകരമായ സാഹചര്യത്തിൽ നമ്മൾ മുറിച്ച് മാറ്റുന്നുണ്ട്. മുറിച്ച് മാറ്റുന്നതോടൊപ്പം തന്നെ പുതിയ മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങൾ പരിപാലിച്ചും മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ സ്കൂളിൽ ഇന്ന് കൃഷിഭവൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ തൈ നടുന്നത്. ചേർപ്പ് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ബിൻസി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് MS അലക്സി, വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രീതി വോഗീസ്, സ്കൂൾ HM ജില്ലി ജോസ്, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ജാസ്മിൻ, ശ്യാമ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പെരുമ്പളിശ്ശേരിയിൽ നടന്ന ചടങ്ങ് യൂണിറ്റ് പ്രസിഡന്റ് ഇൻചാർജ് M ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ചേർപ്പ് CNMG LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഹരിതകർമ്മ സേനാ അംഗം ബിന്ദു രവി മരം നട്ട് ഉദ്ഘാടനം ചെയ്തു. മരങ്ങളുടെ കട്ടൗട്ടുകളുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. പ്രധാന അധ്യാപകൻ AR രാജീവ് അധ്യക്ഷത വഹിച്ചു. സീഡ് ക്ലബിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നിരുന്നു. KS സുജിത, കവിത ചന്ദ്രൻ, R രജിത, K മഞ്ജു എന്നിവർ സംസാരിച്ചു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഉപദേവനായ ശ്രീ പരമേശ്വരന്റെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കും മഹാമൃത്യുഞ്ജയ ഹോമത്തിനും കാരക്കാട് ശ്രീകുമാരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ധാര, കൂവളമാല, കൂവളപ്പറ, നിറപറ വഴിപാടുകൾ, പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. വൈകിട്ട് നിറമാലയും ചുറ്റുവിളക്കുമുണ്ടായി. പ്രതിഷ്ഠാ ദിനാഘോഷത്തിന് ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ, ട്രഷറർ സുബിൻ കുമാർ, A ബാലചന്ദ്രൻ, P രാഘവൻ നായർ, MS ശ്രീകുമാർ, ആഞ്ചേരി രാമചന്ദ്രൻ, A മുരളി, KS രാമദാസ്, ഉഷ വേണുഗോപാൽ, ദാക്ഷായണി ഗോപി, സ്വപ്ന ഭാഗ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഭഗവതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഔഷധ സസ്യ വാരാഘോഷത്തിന് തുടക്കമായി. ക്ലബ് പ്രസിഡന്റ് M സുജിത് കുമാർ വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ജൂൺ 5-ാം തീയതി ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ക്ലബിൻ്റെ മുൻവശത്തായി ആര്യവേപ്പ്, നമ്മുടെ ഔഷധത്തിൻ്റെ ഏറ്റവും വലിയ ചെടിയായ ആര്യവേപ്പ് നട്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി ചേർപ്പ് പഞ്ചായത്തിൻ്റെ 19ാം വാർഡ് വിവിധ പ്രദേശങ്ങളിൽ നട്ട മരങ്ങൾ വളരെയധികം തണൽ നൽകിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് എല്ലാവർക്കും കാണാം. വൃക്ഷത്തൈ നടുക മാത്രമല്ല, അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന ഭഗവതി ക്ലബിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ അഭിവാദ്യം നേരുകയാണ്. വായു മലിനീകരണം തടയുന്നതിനായി ക്ലബ്ബ് പരിസരങ്ങളിൽ ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് ഔഷധ സസ്യവാരാഘോഷം. ക്ലബ്ബ് സെക്രട്ടറി KR രജീഷ്, KM അനീഷ്, മുരളീദാസ്, അർജുൻ വിജയൻ, KR മിഥുൻ, ഷിജാസ്, P ശ്രീരാഗ്, അബു താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു.
ഭാഗമായി പച്ചക്കറി വിത്ത് വിതരണവുമായി കത്തോലിക്ക കോൺഗ്രസ്. പുത്തൻപീടിക സെന്റ് ആനീസ് പള്ളിയിലാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പച്ചക്കറി വിത്ത് വിതരണം വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി കൈക്കാരൻ KA സണ്ണിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറി അടുക്കളത്തോട്ടത്തിലൂടെ എന്ന ആശയം മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പരിസ്ഥിതി ദിനാഘോഷം ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കര പട്ടിയക്കൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഭാരവാഹികളായ ജെസി വോഗീസ്, ലൂയിസ് താണിക്കൽ, ആൽഡ്രിൻ ജോസ്, AC ജോസഫ്, ഷാജു മാളിയേക്കൽ, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഗ്ലാഡിസ് ഫെന്നി എന്നിവർ സംസാരിച്ചു. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഡിലെ ചൈതന്യ, അനശ്വര അംഗൻവാടികളിലെ കുട്ടികൾക്ക് റംബൂട്ടൻ, റെഡ് ലേഡി പപ്പായ, വെൽവെറ്റ് ആപ്പിൾ, സ്ട്രോബെറി പേര, മാവ് എന്നീ ഫലവൃക്ഷ തൈകളാണ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർ ആന്റോ തുറയൻ ഫലവൃക്ഷ തൈകൾ കുട്ടികൾക്ക് നൽകി പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി വർക്കർമാരായ KB അഞ്ജു, അഷ്ടമി, ലൂയിസ് താണിക്കൽ, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ജോയൽ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇന്ന് അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം. വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ദിനാചരണം ആഘോഷിച്ചു. തീർത്ഥാടന കേന്ദ്രം ഈശോയുടെ തിരുഹൃദയ തിരുനാളിനൊരുങ്ങി. നാളെ മുതൽ 8 വരെയാണ് തിരുനാൾ ആഘോഷം. ചേർപ്പുസീനൻ ഗേൾസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുബ്രത കുമാർ ക്ലാസ് നയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.